കുറച്ച് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അതിനുവേണ്ടി എല്ലാവർക്കും അറിയാമല്ലോ റെസിപ്പി. പാല് കാച്ചിയിട്ട് നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുത്ത് കുറച്ച് പാലിൽ കലക്കിയിട്ട് ഈ തിളച്ച പാലിലോട്ടൊഴിച്ച് ചെറുതായിട്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം. ഒട്ടും ലംസില്ലാത്ത രീതിയിൽ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കണം. അതിലോട്ടിടാൻ വേണ്ടി ഞാൻ മാതളം എടുത്തിട്ടുണ്ടേ. മാതളം ഇളക്കി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക്കുള്ള ഒരു ജോലിയായിരുന്നേ. പക്ഷേ ഈ വിധി എനിക്ക് ശാന്തിയാണ് പറഞ്ഞു തന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം എനിക്ക് മാതളം ഇളക്കാൻ നല്ല എളുപ്പമാണ്. ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം അതിൽ പൂപ്പുണ്ടാവും. പൂപ്പെല്ലാം നുള്ളിപ്പറക്കി, പിന്നെ എന്തെങ്കിലും ചീഞ്ഞ സീഡുണ്ടെങ്കിൽ അതെല്ലാം നുള്ളിപ്പറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വന്ന് വേറൊരു വിദ്യ ഞാൻ കാണിച്ചു തരാമേ. പണ്ടെനിക്ക് അറിയുന്ന ഒരു ചേച്ചി ചീര കറി വയ്ക്കാൻ നേരത്ത് അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം അങ്ങ് കുടിക്കും. എന്നിട്ട് ചീര കൊത്തിട്ടാണ് തോരൻ വയ്ക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. എങ്ങനെ ഉണ്ട് ഇതിലിപ്പോൾ എന്നെ തെറ്റ് പറയാൻ പറ്റൂല. നമ്മളിത് അടർത്തി എടുക്കുമ്പോൾ അതിൽ നിന്ന് തന്നെത്താൻ ഊറി വരുന്ന ജ്യൂസാണ്. അതെനിക്ക് കളയാൻ പറ്റുമോ? എല്ലാം കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ട് പുറത്ത് പോയി വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നെക്സ്റ്റ് ഫ്രൂട്ട് കസ്റ്റാർഡിന് വേണ്ട സാധനങ്ങൾ കട്ട് ചെയ്യാം. ആപ്പിള്, ബനാന, പിന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആപ്പിള്, ബനാന, ഡേറ്റ്സ്, പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നില്ലേ മാതളം, പിന്നെ ചെറി. അത് കട്ട് ചെയ്യണത് കാണിച്ചില്ല. ഇതെല്ലാം ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കുന്ന സീൻ എടുക്കാൻ വിട്ടുപോയി ഏട്ടാ. കഴിക്കുന്ന ധൃതി